ഈ ജൂൺ മാസം 10-ാം തീയതിക്കുള്ളിൽ തന്നെ ഞാൻ ഒരുപാട് വിദ്യാലയങ്ങൾ സന്ദർശിച്ചു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ വർക്ക് ചെയ്ത വിദ്യാലയങ്ങളും അതുപോലെ തന്നെ എനിക്ക് പരിചയമുള്ള ടീച്ചേഴ്സും ക്ഷണിച്ചിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. കുട്ടികളുടെ കളിയും ചിരിയെല്ലാം കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി എനിക്ക്. കാരണം സന്തോഷത്തേക്കാളധികം എൻ്റെ ബാല്യം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത്. തൊട്ടടുത്ത പ്രൈമറി വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത്. ഓടിയും നടന്നും ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഠിക്കാൻ മിടുക്കിയായിരുന്നു, പക്ഷേ വളരെ സൈലൻ്റായ കുട്ടിയായിരുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും എന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴും കൂടുതൽ കളിച്ച് നടക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് കുട്ടിക്കാലത്ത്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ വർക്കുകളും നല്ല ഭംഗിയായി ഞാൻ ചെയ്യുമായിരുന്നു. ടീച്ചേഴ്സിനെല്ലാം എന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു. ഇപ്പോൾ തന്നെ കൂടെ പഠിച്ച കുട്ടികളെല്ലാം എന്നെ കാണാറുണ്ട്. അവർക്കൊക്കെ എന്നെ വളരെയധികം ഇഷ്ടമാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരെന്നോട് പെരുമാറുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാത്തതും, അതായത് വളരെയധികം നമ്മൾക്ക് മനസ്സിൽ സങ്കടം ജനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബാല്യകാലഘട്ടം തന്നെയാണ്. അത് നഷ്ടപ്പെട്ടാൽ പെട്ടത് തന്നെ. വളരെയധികം നമ്മൾ നിഷ്കളങ്കരായിരിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ബാല്യകാലം തന്നെയാണ്. എൻ്റെ ബാല്യകാലത്ത് ഞാൻ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയായിരുന്നു, അച്ഛൻ്റെയും അമ്മയുടെയും കൈ പിടിച്ചിട്ട് കുട്ടി നടുക്ക് നിന്നിട്ട് തൊങ്കിച്ചാടി പോകുന്ന ഒരു കാഴ്ച. പക്ഷേ ഇപ്പോഴത് കാണുന്നേ ഇല്ല ആ കാഴ്ച. പാർക്കിൽ പോയാലും അതുപോലെ ബീച്ചിൽ പോയി ഇത്രയും സമയം ഇരിക്കുക എന്നൊക്കെ വെച്ചാലും അങ്ങനെ ഒരു കാഴ്ച കാണുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെയും നടുക്ക് നിന്ന് കൈ പിടിച്ചിട്ട് തൊങ്കിച്ചാടി പോകുന്ന കുട്ടികൾ അത് കാണുന്നേ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ. അതുപോലെ ഞാൻ പഠിച്ചിരുന്ന സമയത്തുള്ള കളികൾ പല സൈസിലുള്ള കളികളായിരുന്നു, പല പേരിട്ട് വിളിക്കുന്നത്. അതൊന്നും ഇപ്പം ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ കുട്ടികൾ കൂടുതലും സമയം ചിലവഴിക്കുന്ന മൊബൈലിലാണ്. അച്ഛനും അമ്മയും അവർക്ക് എന്തെങ്കിലും ജോലി തിരക്ക് ഉണ്ടെങ്കിൽ കുട്ടിക്ക് മൊബൈൽ കൊടുക്കുക, അതിൽ ഗെയിം കളിക്കുക. ചെറിയൊരു കുട്ടിക്ക് പോലും മൊബൈൽ ഓണാക്കാൻ അറിയുമെന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളുടെ ആ ബാല്യം, അവർക്ക് ബാല്യകാലത്ത് കളിക്കേണ്ട കളികളും അതുപോലെയുള്ള ഒരു കാര്യങ്ങളും അവരും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അവരും അപ്ഡേറ്റ് ആയി എന്നുള്ളതാണ്.